നമസ്കാരം. വെനീസ് ടൂർണമെന്റ് മറ്റു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളെല്ലാവരും ഒരു പക്ഷേ ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് മാത്രമേ സംസാരിക്കാൻ വിഷയങ്ങളുള്ളൂ എന്ന്, അല്ലെങ്കിൽ ഈ ഒരു മതത്തെ കുറിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് പറയാൻ സമയമുള്ളൂ എന്ന് ചോദിക്കും. സത്യത്തിൽ എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാൻ മാത്രമല്ല സമയം. കാരണം ഇവിടെ മറ്റുള്ള ആൾക്കാരൊന്നും മറ്റു മതങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു മതവിശ്വാസങ്ങളെ കുറിച്ചിട്ടോ ഒന്നും ആരും ചൊറിയാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആരും ഇതിനെക്കുറിച്ചിട്ട് ചൊറിയാൻ പോകുന്നില്ല. കാരണം അവനിക്ക് അവന്റെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ഒരു മതത്തിലുള്ള ആൾക്കാർ ഒരിക്കലും മറ്റു മതത്തിലെ വിശ്വാസങ്ങളെയോ അവരുടെ ദൈവങ്ങളെ കുറിച്ചിട്ട് തള്ളി പറയാൻ പോകത്തില്ല. എന്നാൽ ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു പോയിട്ടുള്ള ഈ വേട്ടാവളിയനായിട്ടുള്ള ആരിഫ് ഹുസൈൻ, ജാമിദ, അങ്ങനെ കുറെ അധികം ആൾക്കാരുണ്ട്. ഇവന്മാർ മൊത്തം നിരന്തരം നാസ്തികർ എന്ന പേരും പറഞ്ഞുകൊണ്ടിരുന്ന് പറയുന്നത് മൊത്തം ഇവിടുത്തെ ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വരുന്നത്. എന്തായാലും എനിക്ക് വളരെ സന്തോഷമുള്ളൊരു വീഡിയോ. ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും സന്തോഷപ്പെടാം, അതെല്ലാം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് സന്തോഷപ്പെടാം. നമ്മുടെ രാഹുൽ ഈശ്വർ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു കറതീർന്ന ഹിന്ദുവാണ് എന്ന ആത്മാഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ റിയാക്ഷൻ ചെയ്തു. എന്നാൽ ഈ വേട്ടാവളിയനായിട്ടുള്ള ഈ ആരിഫ് ഹുസൈൻ, അതായത് തന്തയും തള്ളയും ഉപേക്ഷിക്കപ്പെട്ട ഒരു വൃത്തികെട്ട ഒരു നാറി, ലോകം മുഴുവൻ പെണ്ണ് കെട്ടി നടന്ന് അസഭ്യവും പറഞ്ഞ് വ്യഭിചരിച്ച് നടക്കുന്ന ഈ പരമനാറി ഇവിടുത്തെ ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് പറയാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? ഇവൻ പല പ്രാവശ്യവും പറയുന്നുണ്ട് മറ്റു മതസ്ഥരെ, അതായത് കാഫറുകളെ കണ്ടു കഴിഞ്ഞാൽ കണ്ടിടത്ത് വെച്ച് വെട്ടിക്കൊല്ലണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കാലമായിട്ട് ഈ ഒരു വാക്കിങ്ങനെ എടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഈ വീഡിയോ ചെയ്യാറുണ്ട്. എന്നാൽ ഈ സാധനത്തെ പൊളിച്ചടിക്ക് പണ്ടാരമടക്കി ഇവനെ ഷെഡി കയറ്റി കൊടുക്കുന്ന ഒരു മാസ് വീഡിയോ, അതായത് നമ്മുടെ രാഹുൽ ഈശ്വരും ഈ അസ്കരി ഉസ്താദും കൂടെ രണ്ടുപേരും കൂടെ അടിച്ച് ഇവന്റെ അണ്ണാക്കി കയറ്റി കൊടുക്കുന്ന ഒരു മാസ് കിടിലൻ വീഡിയോ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക. കാരണം ഇതുപോലുള്ള നാറികൾ സത്യം പറഞ്ഞാൽ സമൂഹത്തിന് നാശം വിതയ്ക്കുന്നതാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ മതങ്ങളെ തമ്മി തല്ലിച്ച് അതിൽ നിന്ന് ചോര കുടിക്കുന്ന വെറും ട്രാക്കുകളാണ്. ഇവനിക്കെതിരെ ഒന്നും ഒരു നിയമ നടപടിയും സ്വീകരിക്കാൻ ഇവിടെ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ആവുന്നില്ലേ? കാരണം ഇവൻ പറയാറുണ്ട് ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് വിമർശിച്ച് ചെയ്യാൻ കയ്യും തലയൊന്നും അവിടെ കാണത്തില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇവൻ പറയുന്നത് മൊത്തം ഇവിടുത്തെ ഇസ്ലാം മതത്തെ കുറിച്ചിട്ടല്ലേ. ഇവൻ ഏതെങ്കിലും ക്രൈസ്തവ മതത്തെ കുറിച്ചിട്ടോ ഇവിടുത്തെ ഹിന്ദു മതത്തെ കുറിച്ചിട്ടോ ഇവൻ എന്തെങ്കിലും പറയുമോ? പറഞ്ഞാൽ ഇവന്റെ മറ്റേ കിടുങ്ങാമണി വിറക്കും. കാരണം പിള്ളേർ കയറി മേയുവിന. ഒരു മതത്തെ കുറിച്ചിട്ടും അനാവശ്യവും തെമ്മാടിത്തരവും പറയാൻ പാടില്ല. ഇവന്മാരിരുന്നുകൊണ്ട് നിരന്തരം ഇരുന്നുകൊണ്ട് ഈ സംഘപരിവാറിന്റെ ടൂളായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവനിക്കൊക്കെ കൊടുക്കേണ്ടത് ശരിക്കും ഇങ്ങനെയല്ല അത് കൊടുക്കേണ്ടത്. അത് കൊടുക്കേണ്ട രീതിയിൽ തന്നെ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് പല ആൾക്കാരും അത് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഈ നാറിനെ ഇവർ രണ്ടുപേരും കൂടെ എടുത്തിട്ട് അലക്കുന്ന ഒരു കിടിലം വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ബിക്കോസ് ഇസ്ലാം ടീച്ചേഴ്സ് ടു കിൽ കാഫിർ. അത് തന്നെയാണ് അതിന്റെ കാരണം. ഇസ്ലാം സ്ത്രീകളെ വിവേചനം നടത്തുന്നു. അത് ഇഷ്ടം പോലെ മുഹമ്മദ് നബി തന്നെ ചെയ്തിട്ടുള്ള കാര്യമല്ലേ? നമ്മൾ എന്നോട് റേപ്പിനുള്ള കോണ്ടാക്ട് ഞാൻ ചോദിച്ചത്. റേപ്പിനുള്ള എന്താണ് അറിയേണ്ടത്? ജിഹാദ് ചെയ്തതിന്റെയോ? നമ്മുടെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതരുണ്ടല്ലോ, ഈ ഖുർആനും ഹദീസും ഒക്കെ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. പാണക്കാട് തങ്ങൾ കുടുംബമോ നമ്മുടെ ഇവിടുത്തെ സലഫികളോ നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് ആരെങ്കിലും ഈ പറയുന്ന ആരെങ്കിലും ദ്രോഹിച്ചായിട്ട് അറിയും? ദ്രോഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? അവർ അക്രമത്തിന് ഇറങ്ങണോ അതോ അതിന് കോപ്പ് കൂട്ടണം? അതിന് കോപ്പ് കൂട്ടുന്നത് ശരിയാണോ? മഅദനി എന്താ ചെയ്തത്? 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 അബ്ദുൽ നാസർ മഅദനി എന്ത് ചെയ്തു? ഇന്ത്യൻ ജുഡീഷ്യറി അബ്ദുൽ നാസർ മഅദനിയുടെ മേൽ ഏതെങ്കിലും ഒരു കുറ്റത്തിന് ശിക്ഷ വിധിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഇക്കാലം അത്രയും വിചാരണ തടവുകാരനാണ്. ഈ പുസ്തകം ഏതാണെന്ന് ആരിഫ് ഹുസൈൻ അറിയോ? നീതി എവിടെ എന്നുള്ള പുസ്തകമാണ്. ഇദ്ദേഹത്തിരിക്കുന്നത് ഹേമചന്ദ്രൻ, നമ്മുടെ മുൻ DGP ആയിരുന്നു. ഇദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന്റെ കേസുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ട്. കിട്ടുമെങ്കിൽ എന്നിട്ട് വായിരിക്കും. മഅദനി ഇന്ന് വരെ കോടതി ശിക്ഷിച്ചിട്ടില്ല. മഅദനി അങ്ങനെ ഒരു ക്രൈം ചെയ്തു എന്ന് തെളിയിക്കാൻ ഇവിടുത്തെ ജുഡീഷ്യറിക്ക് സാധിച്ചിട്ടില്ല. കാരണം ഇല്ലാത്തൊരു സാധനത്തിന് തെളിയിക്കാൻ ഒരിക്കലും ജുഡീഷ്യറിക്ക് സാധ്യമല്ലല്ലോ. ഈ ബാക്കി പറയട്ടെ. അതെ, അത് തന്നെയാണ് ഇവിടെ പ്രശ്നം. അവർ ആ തീവ്രമായ ജിഹാദി ആശയങ്ങൾ മാറ്റിവെച്ച് ജീവിക്കുന്നവര്, അതല്ലേ നമ്മൾ പറയേണ്ടത്? ഇതെന്തും മറുപടി ആയിരിക്കും. ഇതെന്തൊരു തള്ളാണ് തള്ളിയത്. എനിക്ക് ഏറ്റവും ചിരിവെന്നറിയോ? മുസ്ലിമീങ്ങൾക്കല്ല കുഴപ്പം, ഇസ്ലാമിനാണ് കുഴപ്പമെന്നാണ് ഇക്കാലം അത്രയും ആരിഫ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു പാണക്കാട്ട് തങ്ങന്മാരും ബഹുമാനപ്പെട്ട AP ഉസ്താദൊക്കെ ആരെയും ഉപദ്രവിക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാമിലെ ജിഹാദി ആശയങ്ങളെ മാറ്റിവെച്ച് ബാക്കി എടുക്കുന്നതാണ്. അപ്പൊ ബാക്കി നല്ല കാര്യങ്ങളുണ്ട് എന്ന് സംഭവിച്ചു. അദ്ദേഹം ഇത്ര നാൾ പറഞ്ഞത് എന്താ? ഇസ്ലാം തന്റെ കുഴപ്പമാണ്. ഇസ്ലാം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവരൊക്കെ നല്ല പച്ചയായ നല്ല സഹിഷ്ണുതയുള്ള പാവപ്പെട്ട പിഞ്ചു മനുഷ്യരാണ് അവർ പറഞ്ഞുകൊടുക്കുന്നത്. ഇനി വേറെ കാര്യം അതിനകത്ത് ചിരിക്കാനുള്ളത് അറിയോ? ആരിഫ് അതിന്റെ കൂട്ടത്തിൽ തള്ളിയെന്നറിയോ? കാന്തപുരം ഉസ്താദും ഇവിടെയുള്ള പണക്കാട് തങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ, അവർ ഇസ്ലാമിലെ ജിഹാദി ആശയങ്ങൾ ഒഴിവാക്കി, അതോ ചില കാര്യങ്ങൾ ഒഴിവാക്കി ചിലത് മാത്രം എടുക്കുന്നു. ഒരാൾ പൂർണ്ണമായി ഒരാൾ മുസ്ലിമാകുന്ന എപ്പോഴാണെന്നറിയോ? ഇസ്ലാമിന്റെ എല്ലാ കൽപ്പനകളെയും പൂർണ്ണമായി അനുസരിക്കുകയും അനുധാവനം ചെയ്യുകയും ഇസ്ലാം നിരാകരിച്ച, ഇസ്ലാം
പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ അവർ പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിം ആകുന്നത്. അതുകൊണ്ട് ആ തള്ള് പോക്കറ്റ് തന്നെ ഇടുക. ശരി, ഞാൻ വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം. ഇസ്ലാമിലുള്ള 1-2 നല്ല കാര്യങ്ങൾ പറയും. ലോകത്തിൽ എല്ലാത്തിനും നന്മയും തിന്മയും കാണും. ഇസ്ലാമിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു നന്മയും കാണാൻ കഴിയില്ല. ആരും മോനെ ചൂടുള്ള എടുക്കട്ടെ, നയിച്ച് തണുത്തോളം തൊണ്ട വല്ലാതെ വരണമെന്ന് പോലെ തോന്നുന്നു. മുഖമൊക്കെ കണ്ടിട്ട് ബാത്റൂം എല്ലാം പോകണം. ആകെ പണം ഒരു വിഭ്രാന്തി പോലെ. രാഹുൽ സർ ചോദിച്ച ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോ. ഇസ്ലാമിലുള്ള 2 നന്മ പറയാം. നിങ്ങൾ ഉത്തരം പറഞ്ഞ എന്താണ്? ഇസ്ലാമിന് മാത്രമായിട്ട് ഒരു നന്മയും കാണാൻ കഴിയില്ല. അതിന്റെ ഉത്സാഹം എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഇസ്ലാമിലും നല്ലൊരു ചീത്തയുണ്ട്. ഈ സംവാദത്തിന്റെ ഇതിവൃത്തം എന്താണ്? ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മറ്റു മതങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടരുത്. ഈ സംവാദത്തിന്റെ തന്നെ ടൈറ്റിൽ കൂട്ടരുത്. ഇസ്ലാം എന്ന് പറഞ്ഞ ടെററിസമാണ്. അതിൽ നന്മയില്ല. മുസ്ലിമീങ്ങൾ നല്ലവരാണെങ്കിലും മുസ്ലിമീങ്ങളെ കേടാക്കുന്നത്, അവരെ തീവ്രവാദികളാക്കുന്ന ഇസ്ലാമാണ്. കാരണം ഇസ്ലാം സമ്പൂർണ്ണമായ ടെററിസമാണെന്ന് പറഞ്ഞത് അതേ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ നാവ് കൊണ്ട് പടച്ചം പറയിപ്പിച്ചതാണ്. ഇസ്ലാമിന് മാത്രമായിട്ടൊരു നന്മയില്ല, അഥവാ മറ്റു മതങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഇസ്ലാമിന് നന്മയുണ്ട് എന്ന ഇക്കാലം അത്രയും ഉച്ചവെച്ചൊക്കെ വെറുതെ ആയി പോലെ ചേട്ടാ. പക്ഷെ ഇസ്ലാമിന് മാത്രമായിട്ട് തിന്മ കാണാം. ഇസ്ലാമിന് മാത്രമായിട്ട് തിന്മ കാണാം. പക്ഷെ ഇസ്ലാമിന് മാത്രമായിട്ട് നന്മ കാണാൻ പറ്റില്ല. തിന്മയുണ്ട്. ആലോചിച്ച് നോക്കൂ. എക്സാമ്പിൾ വേണം. എക്സാമ്പിൾ വേണം. എക്സാമ്പിൾ വേണം. യു ക്യാൻ ഡിസ്പ്രൂവ് മീ. ഞാനത് എക്സാമ്പിൾ പറയാം, എന്നെ ഡിസ്പ്രൂവ് ചെയ്യാം. കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. വേറെ ഏത് മതത്തിലാണ് അതുള്ളത്? ഇസ്ലാമിന് മാത്രമായിട്ട് തിന്മയുണ്ട്. എന്താണ് ആ തിന്മ? മറ്റൊരു സമൂഹങ്ങളും ഒരു വേദങ്ങളും പഠിപ്പിക്കാത്ത തിന്മ ഇസ്ലാമിന്റെ എന്താണ്? ഇസ്ലാമേതര സമൂഹങ്ങൾ, ഇതര മതവിശ്വാസികളെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് അറ്റാക്ക് ചെയ്യണമെന്ന് ഇസ്ലാമിന്റെ കൽപ്പന. എന്റെ പൊന്നാരിഫെ, ഇതൊക്കെ ക്ലീശയാണ്, തേഞ്ഞൊട്ടിയതാണ്, ഇത് വ്യാജമാണെന്ന് ഈ നാട്ടിലുള്ള സംഘികൾക്ക് വരെ അറിയാം. പക്ഷേ അങ്ങനെ ഒരു കൽപ്പന ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു മുസൽമാൻ എന്ത് ചെയ്യണം? അവന്റെ ഭരണം നടക്കുന്ന രാജ്യത്ത് അവിശ്വാസികളെ കയറ്റാതിരിക്കുകയോ തൊഴിൽ കൊടുക്കാതിരിക്കുകയോ അവനെ പട്ടിണിക്കിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ സൗദി അടക്കമുള്ള രാജ്യത്ത് ജോലി ചെയ്യുന്ന ഇസ്ലാമേതര സമൂഹങ്ങൾക്ക് അവരെ എല്ലാ അവകാശങ്ങളും ലഭിക്കുന്നില്ലേ? ഏറ്റവും കുറഞ്ഞത് കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എന്ത് ചെയ്യണം? അവരെ അവകാശങ്ങളെങ്കിലും നിഷേധിക്കപ്പെടണ്ടേ? ആ രാജ്യത്ത് വെച്ച് അവിടുത്തെ ഒരു മുസ്ലിം മറ്റൊരു സമുദായക്കാരെ കൊന്നാൽ എന്താ നിയമം? നമുക്ക് ഇപ്പം തന്നെ കോൺടെക്സ്റ്റ് നോക്കാം. ഇത് പരിശുദ്ധ ഖുർആനാണ്. 5:33, 34, 35 ഒക്കെയാണെങ്കിൽ പറഞ്ഞത്. അതായത് ദൈവത്തിനും ദൈവത്തിന്റെ പ്രവാചകനും എതിരെ, അല്ലെങ്കിൽ ആ നാട്ടിൽ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ അവർക്കെതിരെ എന്ത് ചെയ്യാന്നുള്ളൂ. എന്നാൽ 5:32 അടക്കമുള്ള കോൺടെക്സ്റ്റ് എന്താ? രസകരമായ വാക്ക് പറയുന്നത്, ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിന്റെ സന്തതികളിൽ എക്സെപ്റ്റ് ഫോർ, അതായത് ആ നാട്ടിൽ, അതായത് കൊലപാതകത്തിന്റെ ഇത് കോൺടെക്സ്റ്റ് ആണ്, വരിയുടെ കോൺടെക്സ്റ്റ് ആണ്. നിരപരാധിയായ ഒരു മനുഷ്യനെ കൊല്ലുകയാണെങ്കിൽ അത് എല്ലാ മാൻകൈൻഡിനെയും കൊന്നതുപോലെയാണ്. അല്ല, ഒരുവനെ രക്ഷിച്ചാൽ അവൻ എല്ലാ മാൻകൈൻഡിനെ രക്ഷിച്ച പോലെയാണ്. ഇതിന് കോൺടെക്സ്റ്റ് ഒന്നൊരു കാര്യമില്ലേ? ഇനി ഞാൻ തിരിച്ച് ഒരൊറ്റ വരിയിൽ കോൺടെക്സ്റ്റ് കൂടെ പറയാം. ഞാനൊരു പ്രവാചകനെന്നോ ദൈവാവതാരമാണെന്ന് ഒരു നിമിഷത്തേക്കും കരുതുക. ഞാൻ വന്നിട്ട് പറയുകയാണ്, എപ്പോഴൊക്കെ എന്റെ മതത്തിനും എന്റെ വിശ്വാസത്തിനും അല്ലെങ്കിൽ നാശം സംഭവിക്കുന്നുവോ, എപ്പോഴൊക്കെ എനിക്കെതിരെ മറ്റു മതക്കാർ ഉയരുന്നുവോ, ഞാൻ അപ്പോഴൊക്കെ അവതരിച്ച് നിങ്ങളെ എല്ലാം കൊല്ലും. എന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ രക്ഷിക്കും, ബാക്കിയുള്ളവരെ കൊല്ലും എന്ന് പറഞ്ഞാൽ ഐ മേ സൗണ്ട് ലൈക്ക് ആൻ എക്സ്ട്രീമിസ്റ്റ്. സംശയമില്ലല്ലോ. ഇതാണ് ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രമുഖമായ വാക്യത്തിന്റെ ഏറ്റവും മോശമായ വ്യാഖ്യാനം. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അതായത് എപ്പോഴൊക്കെ ധർമ്മത്തിന് നാശം സംഭവിക്കുന്നുവോ ഞാൻ അപ്പോഴൊക്കെ വന്ന് നിരപരാധികളെ രക്ഷിക്കും, അധർമ്മികളെ ഇല്ലാതാക്കും. ഇത് ധർമ്മം എന്ന വാക്ക് മാറ്റി മതമെന്ന വാക്കിട്ട് എന്റെ കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവന്ന് എപ്പോഴൊക്കെ എന്റെ മതത്തിലെ ആൾക്കാർ ബുദ്ധിമുട്ടുണ്ടാവുന്നുവോ ഞാൻ ബാക്കിയുള്ളവരെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ മോശക്കാരനായില്ലേ? ഇവിടെ കോണ്ടെക്സ്റ്റ് കാര്യമില്ലേ? ഈ കോണ്ടെക്സ്റ്റ് കാണാതെ വരികളും വാക്കുകളും അടർത്തി മാറ്റി ഇത് മോശമാണെന്ന് ചിത്രീകരിക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇന്റലക്ച്വൽ ഡിസോണസ്റ്റി കൂടെയല്ലേ? മകതയൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ നിനക്ക് ജന്മം തന്ന ആ പാവ മനുഷ്യനില്ലേ, അയാൾ സത്യത്തിൽ നിന്നെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടാകും. ഇത് ഏറ്റവും വലിയൊരു ദുരന്തമാണ് നീ എന്നുള്ളതാണ് സത്യത്തിൽ ആ മാതാപിതാക്കൾ ഇപ്പൊ നിന്നെ ഓർത്തിട്ട് ദുഃഖിക്കുന്നുണ്ടാവും. അതിന് എന്താണ് ചെയ്തതെന്നാ ചോദിച്ചത്. സത്യത്തിൽ ഈ 25 വർഷം വിചാരണ തടവുകാരനായിട്ട് കഴിഞ്ഞതല്ലാതെ മഹദിനിക്കെതിരെ എന്ത് കേസാണ് ഈ പറയുന്ന കോടതിയിൽ ഈ പറയുന്ന ആൾക്കാർക്ക് തെളിയിക്കാൻ സാധിച്ചത്? ഒരാൾക്കും തെളിയിക്കാൻ സാധിച്ചതില്ല. അയാളുടെ യൗവനവും അയാളുടെ കുടുംബജീവിതവും എല്ലാം നശിപ്പിച്ച് നാരായണ കല്ലിട്ട ഇവിടുത്തെ സംഘപരിവാറിന്റെ ടൂളായിട്ട് നിന്ന് സംസാരിക്കുന്ന നിനക്ക് ഈ മദനിയെ പോലുള്ള ആൾക്കാരുടെ പേര് പറയാൻ പോലും യോഗ്യതയില്ല, അർഹതയില്ല, അതിനുള്ള ക്വാളിറ്റി നിനക്കില്ലടാ ഊളെ എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കുറെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ട്. അതിനെല്ലാം കൃത്യമായ രീതിയിൽ തന്നെയാണ് രാഹുൽ ഈശ്വരും അസ്ഹരിയും മറുപടി കൊടുത്തിരിക്കുന്നത്. ഇതിലും രൂക്ഷമായ ഭാഷയിൽ രൂക്ഷമായ രീതിയിൽ ഇവന് മറുപടി കൊടുക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ തൽക്കാലം അത് ഇവിടെ കൊണ്ട് നിർത്തുന്നു. കാരണം ഇവനെ പോലുള്ള ചില പുഴുത്ത നാറികൾ നമ്മുടെ ഈ നാടിന് ശാപമാണ്. നമ്മുടെ ഈ നാട് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള പരമ നാറികളെ ഇവിടെ
എല്ലാം പറയാനായിട്ടുള്ള ലൈസൻസ് വെച്ചു കൊടുക്കുന്നത് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ തിണ്ടമിടക്കിലാണ് ഇവനൊക്കെ ഇരുന്നത് ഈ തെമ്മാടിത്തരം പറയുന്നത്. പക്ഷെ നല്ലവരായിട്ടുള്ള എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാരും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ തമ്മി തല്ലിപ്പിക്കാനും സ്പർദ്ധ ഉണ്ടാക്കാനും വർഗീയത ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള പുഴുക്കുത്തുകളെ, ഇതുപോലുള്ള പാൽ ജന്മങ്ങളെ തിരിച്ചറിയുക എന്ന് മാത്രമേ. എന്തായാലും രാഹുൽ ഈശ്വരനും അസീറി ഉസ്താനും ബിഗ് സല്യൂട്ട്. ഇതുപോലെ മാസമായിട്ട് തന്നെ മറുപടി അടിച്ച് ഇവന്റെയൊക്കെ അണ്ണാക്കി തന്നെ കൊടുക്കണം. അതിൽ ഒരു മാറ്റമില്ല. അടുത്തൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷ. നിങ്ങളുടെ സ്വന്തം വിനീസ് എന്റർടൈൻമെന്റ്.